നമ്മൾ എത്താറായിട്ടുണ്ട്. ഇതാണ് സ്റ്റേഷൻ. മോഷ്ടാക്കളെ സൂക്ഷിക്കുക, വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തത്. ഓ മൈ ഗോഡ്, പാർക്ക് ചെയ്തിട്ടാണ് ഞാൻ ഇരുന്ന്. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളിപ്പോൾ കന്യാകുമാരിയിലാണ് നിൽക്കുന്നത്. ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ ആണ്. നമ്മൾ NH66 റോഡ് നിർമ്മാണ വീഡിയോസ് എടുക്കാനാണ് ഇവിടെ വന്നത്. നമ്മളിതുകൊണ്ട് കന്യാകുമാരി കണ്ടോ? യെസ്, കന്യാകുമാരിയിലാണ് കേസ് നിൽക്കുന്നത്. നമ്മൾ കന്യാകുമാരിയിലാണെങ്കിൽ മുടിഞ്ഞ റേറ്റാണ്, തൊട്ടാ പൈസയാണ്. ഇത്രയും പൈസയാണ്. നമ്മുടെ നാട്ടിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നും ഇത്രയും പൈസ ഇല്ല. കുപ്പിവെള്ളത്തിന് മാത്രം അതിലെ പ്രിൻ്റഡ് റേറ്റാണ്, ബാക്കി എല്ലാത്തിനും ഭയങ്കര റേറ്റാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കന്യാകുമാരി വിടുകയാണ്. നമ്മൾ റോഡ് വീഡിയോ എടുക്കാൻ വന്ന് ഇന്ന് നമ്മൾ തമിഴ്നാടൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നമ്മൾ ഇവിടുന്ന് ഏകദേശം 400 കിലോമീറ്റർ ദൂരമുള്ള വീരപ്പൻ മെമ്മോറിയൽ, വീരപ്പൻ്റെ സ്മാരകം, വീരപ്പനെ അടക്കിയിരിക്കുന്ന സ്ഥലം കാണാൻ പോവാണ്. വീരപ്പൻ എപ്പോഴും ഒരുപാട് പേർ വീരപുരുഷനെ പോലെയാണ് കാണുന്നത്. ദി സോളോ ട്രാവലർ എന്ന് പറഞ്ഞ മനീഷ് ബ്രോയുടെ യൂട്യൂബ് ചാനൽ കണ്ടതാണ് കേട്ടോ വീരപ്പൻ്റെ സ്മാരകം. അങ്ങനെ അതും തിരക്കി പോവുകയാണ് നമ്മൾ. ഇവിടുന്ന് ഏകദേശം 400 കിലോമീറ്റർ ദൂരമുണ്ട്. ഇന്ന് പോകാൻ പറ്റുന്ന ദൂരത്തിൽ പോകാം. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ നല്ല കാഴ്ചകളും കണ്ടുപോകാം. റോഡ് യാത്ര ആയിരിക്കും കേട്ടോ, കൂടുതലും NH44 വഴിയായിരിക്കും. ഫ്രണ്ട്സ്, എൻ്റെ ആദ്യത്തെ ഒരു റോഡ് ട്രിപ്പാണ്. ആ റോഡ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നാഷണൽ ഹൈവേ ആയ NH44 നിന്നാണ്. കണ്ടോ, ഇവിടെ നിന്നാണ് NH44 സ്റ്റാർട്ട് ചെയ്യുന്നത്. കണ്ടോ, ഇത് കന്യാകുമാരിയാണ്. ഈ NH44 അങ്ങ് ദൂരെ ജമ്മു ആൻഡ് കാശ്മീർ വരെ നീണ്ടു കിടക്കുന്ന നാഷണൽ ഹൈവേ 44 നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ ആദ്യത്തെ ഒരു റോഡ് ട്രിപ്പാണ് എന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല. വീരപ്പൻ്റെ മെമ്മോറിയൽ അവിടം വരെ പോകണം, ആ വീഡിയോ എടുക്കണം, നിങ്ങളെ കാണിക്കണം എന്ന ആഗ്രഹത്തിൽ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് വേറെ പ്ലാനിങ് ഒന്നുമില്ല. ഈ യാത്രയിൽ തന്നെ നമുക്ക് പോകുന്നിടത്തൊക്കെ നല്ല മനോഹരമായ കാഴ്ച ഉണ്ടെങ്കിൽ കാണിക്കാം. NH44 കണ്ട ഒരു കാഴ്ചയാണ്. ഇതിനെക്കുറിച്ച് ഇന്നലെ ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ, അത് പ്രത്യേകം ഇടാം. നമ്മൾ ഇതിലേ പോകുന്ന വാഹനങ്ങളുടെ സ്പീഡ് ഇതിൽ ഡിസ്പ്ലേ ചെയ്യും. നമ്മുടെ നാട്ടിലില്ല, പക്ഷേ ഇന്ത്യയിലെ പല നാഷണൽ ഹൈവേയിലും ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ലോറി പോകുന്നുണ്ട്, അതിൻ്റെ സ്പീഡ് 57 km/h. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ സ്പീഡ് 80 കിലോമീറ്ററിന് മേളിലാണെങ്കിൽ റെഡ് കാണിക്കും, ചുവപ്പിലായിരിക്കും സ്പീഡ് കാണിക്കുന്നത്. ബൈക്കിൻ്റെയൊക്കെ ചിലതൊന്നും കാണിക്കില്ല കേട്ടോ, നമ്മളതൊന്നും കാണിച്ചില്ല, നമ്മളൊന്നും വേണം. ഫ്രണ്ട്സ്, നിങ്ങളിത് കണ്ട എൻ്റെ പൊന്നട, ഈ പറമ്പിൽ നിറച്ച് ഈ കന്യാകുമാരി പ്രദേശം ഉണ്ടല്ലേ, നിറച്ച് ഈ വിൻഡ്മില്ലാണ്. കാറ്റിൽ നിന്ന് കറണ്ട് എടുക്കുന്ന കാറ്റാടി യന്ത്രമാണ് കേട്ടോ. കാറ്റാടി യന്ത്രം എന്നല്ലേ പറയുന്നത്, കാറ്റാടികളാണ്, അങ്ങനെ തന്നെ പറയാം. വിൻഡ്മില്ല് എന്തോരെണ്ണമുണ്ട് അങ്ങോട്ടൊക്കെ, ഇഷ്ടം പോലെ ഉണ്ട്. ഈ വിൻഡ്മില്ല് കാണുന്നപ്പം എനിക്ക് ഒരു കാര്യം ഓർമ്മ വരും. എനിക്കൊരു കൂട്ടുകാരനുണ്ടായി, അവൻ പറയുന്നത് തമിഴ്നാട്ടിലെ ഈ പ്രദേശങ്ങളിൽ ഇത്രയധികം കാറ്റ് വരാൻ കാരണം ഈ ഫാനെല്ലാം കൂടെ കടന്ന് കറങ്ങുന്നതിനെ കൊണ്ടാണ് എന്നാണ് അവൻ പറയുന്നത്. ഈ ഫാനൊക്കെ ഓഫാക്കി കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് ഒരു കാറ്റും ഉണ്ടാവില്ല എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ എനിക്കുണ്ടായി. ഭയങ്കര രസമാണ് കേട്ടോ അത് കാണാൻ, അടിപൊളി. എത്ര എണ്ണം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട്, നമുക്ക് എണ്ണി പറയാനൊന്നും പറ്റൂല. എൻ്റെ പൊന്നടവേ, എന്നടാ അത്, വല്ലാത്ത കാഴ്ച തന്നെ, വല്ലാത്ത കാഴ്ച. ഇവിടെ വെള്ളമുണ്ട്, അതിൻ്റെ അപ്പുറത്ത് കാറ്റാടി പാടങ്ങൾ. എൻ്റെ ബൂട്ടി. ഫോട്ടോ എടുക്കല്ലേ മോനെ, വെള്ളം, കാറ്റാടിപ്പാടം, അപ്പുറത്ത് മല. വേറെ എന്താ വേണം? ഇവിടെ ഒരു ഫുഡ് കോർട്ട് തുടങ്ങണം അല്ലേ? എന്നാ സെയിലായിരിക്കും. ഈ കാഴ്ചയും കണ്ടോണ്ടിരുന്ന് ചായയും കടിയും ഭക്ഷണവും കഴിക്കാൻ ഒന്നും പറയണ്ട. ഈ സ്ഥലപ്പേരെന്ന് പറയുന്നത് തേർക്ക് കരുങ്കുലം. തമിഴനെ കൊണ്ട് ഇംഗ്ലീഷ് വായിക്കുമ്പോൾ അങ്ങനെ. എൻ്റെ അമ്പടവേ, ഇതെന്തോന്നാണ് ഇത്? ഭയങ്കര വലുപ്പമാണ് കേട്ടോ. ഞാനിതിനു മുമ്പേ കണ്ടിട്ടുണ്ട് അടുത്ത്, എങ്കിലും എന്തോ വലുപ്പമാണ്. ബുർജ് ഖലീഫയുടെ അത്രയുണ്ടെന്ന് തോന്നുന്നു. ഇതിൻ്റെ തന്നെയാണ് ട്രാൻസ്ഫോമർ.
നിന്ന് ഉള്ള വൈദ്യുതി ഇതുവഴി സെറ്റപ്പായിട്ട് പോകും കേട്ടോ. ഭയങ്കര വലിപ്പം. ഇത് കാണുന്നുണ്ടോ? ഇതിനകത്ത് സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ, ഇത് കറങ്ങുന്നതിൻ്റെ. എൻ്റെ പൊന്നു, എന്തോ ഒരു വലിപ്പമാണല്ലേ. അങ്ങനെ നമ്മൾ കാറ്റാടി യന്ത്രവും അടുത്ത് കണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ്, വരുന്ന വഴിക്കേ ഇവിടെ മനോഹരമായ ഒരു സ്ഥലം കണ്ടു കേട്ടോ. ചുറ്റും കാറ്റാടി നിൽപ്പുണ്ട്. ഇവിടെ ഉള്ളവർക്ക് വീട് വെച്ച ഫാൻ വേണ്ട അല്ലേ, എപ്പോഴും കാറ്റ് ജനൽ തുറന്നിട്ടാൽ മതി. എപ്പോഴും നല്ല അടിപൊളി കാറ്റാണ്. ഇവിടെ ഒരു പാറ ഉണ്ട് കേട്ടോ. പാറയുടെ മേളിൽ നിന്ന് അടിപൊളി കാഴ്ചയായിരിക്കും അല്ലേ. ആ പാറയുടെ മേളിൽ ഒരു ക്ഷേത്രവും കൂടിയുണ്ട്. പട്ടയ ബ്യൂട്ടി. ഇതിൻ്റെ മേളിൽ കയറി നോക്കേ. ഓ, ഈ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ ഇരുന്നാലേ നമ്മൾ ഉറങ്ങിപ്പോവും. ഓ, എന്താ രസമാണെന്നറിയാം. നല്ല വെയിലുണ്ടെങ്കിലും അറിയുന്നില്ല കേട്ടോ, അമ്മാതിരി കാറ്റാണ്. ഓ മോനെ, ഇതിൻ്റെ മേളിൽ നിന്നുള്ള കാഴ്ച ഒക്കെ. ഇവിടെ ഒരു ക്ഷേത്രമാണ് കേട്ടാ. യോ ഫുള്ള് കാറ്റാടി പാടങ്ങൾ, മലകൾ. അങ്ങനെ കിലോമീറ്റർ ചുറ്റിക്കറങ്ങി നമ്മൾ ഏതോ ഒരു സ്ഥലത്തെത്തി. തമിഴ്നാട് ഒരു സംഭവമാണ് അല്ലേ. എന്തോരം ഒഴിഞ്ഞ പ്രദേശങ്ങളാണ് കിടക്കുന്നത്. ഓക്കെ, അവിടെ 2 വീട്, അവിടെ കുറച്ച് വീടുകളുണ്ട്. പിന്നെ അങ്ങോട്ട് ഫുള്ള് കായൽ. അവിടെ ഒരു മലയുണ്ട്. ആ മല കുറേ ഇടിച്ച് പാറ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പുറത്തൊരു വമ്പൻ മല ഉണ്ട്. നമുക്ക് നേരെ വേറൊരു വലിയ പാറ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് സർവീസ് റോഡാണ് കേട്ടോ. ഭാവിയിൽ ഇത് 6 വരി പാതയാക്കും. അതുകൊണ്ട് തന്നെ പാലങ്ങളൊക്കെ ഇപ്പോഴും തന്നെ അവർ 6 വരി പാതയിലാണ് പണിഞ്ഞേക്കുന്നത്. കണ്ടോ, ഇവിടെയൊന്നും കാറ്റാടി യന്ത്രങ്ങളില്ല കേട്ടോ, അതൊക്കെ കഴിഞ്ഞു ഇവിടെ. അതുകൊണ്ട് തന്നെ കാറ്റും ഇല്ല കേട്ടോ. ഇവിടെ എന്ത് ശാന്തമായി കിടക്കുന്നു. പക്ഷേ ഭയങ്കര വെയിൽ. മറ്റിടത്തൊക്കെ നമുക്ക് എത്ര വെയിലുണ്ടെങ്കിലും അറിയത്തില്ലായിരുന്നു. ഇവിടെ നല്ല വെയിൽ, കാറ്റ് കുറവാണ്, അതുകൊണ്ടാണ്. ഓക്കെ, യാത്ര തുടരാം. ഇനി ഇവിടുന്ന് മധുരയ്ക്ക് 198 കിലോമീറ്റർ, സേലം ബാംഗ്ലൂർ 624 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കാം. അപ്പോൾ സമയം 3 മണി കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ ഒരിടത്ത് കയറി. ഫുഡ് ഏതാണെന്ന് നമ്മൾ നോക്കാം. ഇവിടെ ഒരു ഹോട്ടലുണ്ട്, ചെറിയൊരു ഹോട്ടൽ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു കേട്ടോ. ഷാപ്പാട്, ഊണിന് ഷാപ്പാട് എന്നാണ് പറയുന്നത്. അന്ന് ഷാപ്പാട് കഴിച്ചു നമ്മൾ 80 രൂപ. അങ്ങനെ നമ്മൾ തിരുനെൽവേലി എത്തിയിട്ടുണ്ട് കേട്ടോ. തിരുനെൽവേലി ഇങ്ങോട്ടാണ്. തിരുനെൽവേലി ബൈപ്പാസ് ചെയ്തിട്ടാണ് നമ്മൾ NH44 പോകുന്നത്. അങ്ങനെ നമ്മൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോഴേ ഇവിടെ ഒരു വലിയൊരു മലയുണ്ട്. മല തുരന്നിട്ടാണ് റോഡ് പോയേക്കുന്നത്. അവിടെ ഒരു വലിയൊരു ആടിൻ്റെ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ റെഡ്ഡിയാർ പാർട്ടി ഹിൽസ് എന്നാണ്. ഇതൊക്കെ മുകളിൽ കയറി ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. കയറാൻ പറ്റുമെങ്കിൽ ഒന്ന് കയറി പോകണേ. പാറ ചുറ്റി വീഴാൻ സാധ്യതയുണ്ടെന്ന് സൈൻ ബോർഡുണ്ട്. പാർക്ക് ചെയ്യാൻ പാടില്ല, പാറ വീഴും എന്ന് സൈനുള്ളടുത്ത് തന്നെ പാർക്ക് ചെയ്ത് വെച്ചിരുന്നിട്ട് മൂത്രം ഒഴിക്കും. അടിപൊളി. നമ്മൾ ആ ഹില്ലിലേക്ക് കയറുകയാണ് കേട്ടോ. ഒരു വഴി കണ്ട് അതുവഴി കയറി ഇങ്ങനെ പോവുകയാണ്. അതിൻ്റെ മേളിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ തിരുനെൽവേലി ടൗൺ കാണാം കേട്ടോ.
നിരന്ന റോഡിൽ കൂടെ ഓട്ടിച്ചോട്ടിച്ചോട്ടിച്ച് മടുത്ത്. ഇങ്ങനത്തെ റോഡ് കിട്ടിയപ്പോൾ എന്തൊരു സന്തോഷം. ഇപ്പം മൂക്കും കുടിച്ച് കീഴാന മൊത്തം ചരളാണ് കേട്ടാ. ഓ, ആട് തന്നെയല്ലേ, വലിയൊരു ആടിൻ്റെ പ്രതിമ. ഇവിടെ ഒരുമാതിരി വല്ലാത്ത കല്ല് കേട്ടാ. വണ്ടി പഞ്ചറാവോ എന്തോ. ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അതാ? ഓക്കെ, ഇവിടെ വർക്ക് കിടക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കരമായ വർക്ക് നടക്കുന്നുണ്ട്. എന്താ ടൂറിസ്റ്റ് സ്പോട്ടാക്കാൻ പോവാണെന്ന് തോന്നുന്നു. അവിടെയാണ് ആ ആടിൻ്റെ പ്രതിമ. ഇങ്ങോട്ട് കുറച്ച് നടക്കാറുണ്ട്. അവിടെ വർക്ക് കിടക്കുന്ന കേട്ടോ. നമുക്ക് ഇവിടുന്ന് ആ ഹൈവേയുടെ കാഴ്ച ഭയങ്കര രസമായിരിക്കും. ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ ഒരുപാട് പേര് ഫോട്ടോ ഇട്ടേക്കുന്നു. അവിടെ ഒരു LED ഡിസ്പ്ലേ ഒക്കെ ഉണ്ട്. LED ആണ്. അവിടെ ഇവിടുത്തെ പാറ ഉണ്ടല്ലേ, ഇങ്ങനത്തെ പാറയാണ് ഫുള്ള്. ഒരു ചുമന്ന ഇതിലുള്ള ഇങ്ങനത്തെ പവർഫുള്ളാണ് കേട്ടോ, ഭയങ്കര പവർഫുൾ. ഓ, നമ്മളിതുവഴി നടന്നു കയറാൻ സ്ഥലമുണ്ട് കേട്ടോ. നമ്മൾ നടന്നതിൻ്റെ വണ്ടേ കയറി ഗൈസ്. എൻ്റെ പൊന്നടാ, ഇങ്ങനത്തെ പാറയാണ് കേട്ടോ. അമ്പോ പൊളി കേട്ടോ. ഇതെവിടെ കണ്ടിട്ടുണ്ടല്ലോ, നമ്മളെ പച്ചക്കടൽ ചുമന്ന ഭൂമി, നീലാകാശം പച്ചക്കടൽ ചുമന്ന ഭൂമിയില്ലേ, ആ സിനിമയിൽ കണ്ട അതാണെന്ന് തോന്നുന്നല്ലേ മോനെ. എന്നാ ബ്യൂട്ടിയാണ്. സൂപ്പർ എന്ന് വെച്ചാൽ അടിപൊളി. ഇവിടെ എന്തോ ടൂറിസ്റ്റ് ആക്ടിവിറ്റീസൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് വെച്ചിട്ടാ കണ്ടതൊന്ന് ഷൂട്ടിങ് ചെയ്തു കേട്ടോ. ഷൂട്ട് ചെയ്തത് ആ സിനിമ. ഇവിടെ ആണോ എന്ന് അറിയാൻ വയ്യ കേട്ടോ. ഇതെന്തായാലും ചുമന്ന ഭൂമിയാണ്, ചുമന്ന മണ്ണ്, അതുകൊണ്ട് ഇവിടെ തന്നെ ആയിരിക്കും. ഓ, വാട്ട് എ ബ്യൂട്ടി. ഇവിടെ കയറി വരാൻ എളുപ്പമാണ്, പ്രത്യേകിച്ച് റിസ്ക്കും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ സൂക്ഷിക്കണം. ഈ പാറയൊക്കെ ഫുള്ള് അടന്നിരിക്കുകയാണ്. തൊട്ട് താഴെ കൂടെ റോഡ് പോവാണ്. ഇപ്പോൾ പാറയൊക്കെ അടന്ന് വീഴാൻ സാധ്യതയുണ്ട്. ഇനി തിരിച്ചിറങ്ങാം. അങ്ങനെ നമ്മൾ വലിയ ആടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഓ, ആടാണ്. ദൂരെ നോക്കുമ്പോൾ ആട് പോലെ തോന്നുമെങ്കിലും അടുത്ത് വന്നപ്പോൾ വേറൊരു ആട് തന്നെയാണ്. പാറയുടെ മണ്ടേ കയറി ഇരിക്കുന്ന ആട് കേട്ടോ. ആണാടാണ്. അമ്പോ, ഇപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ആടിൻ്റെ പ്രതിമ ഇതായിരിക്കും. കൊല്ലത്തുള്ളത് പക്ഷിയല്ലേ, ഗരുഡൻ. ഓ, ഇവിടുത്തുള്ള കാഴ്ച അപാര കാഴ്ചയാണ് കേട്ടോ. ഇവിടെ എന്തൊക്കെ ഭയങ്കര ബിൽഡിങ് വരുന്നുണ്ട്. ഇവിടെ മൊത്തം ഇല്ല മരമാണ്. മരുഭൂമിയിലൊക്കെ ഇവിടെ നിന്ന് വേറെ മരങ്ങളൊന്നും ഇല്ല കേട്ടോ. പരന്ന പ്രദേശം, കൃഷിയൊന്നും കാണുന്നില്ല. കുറേ കെട്ടിടങ്ങളും പിന്നെ ഈ ചെടിയും പിന്നെ നമ്മൾ ആട്ടുകുട്ടിയും. അടുത്തൊരു വേപ്പില വെപ്പുണ്ട്. ഹലോ, ഒറ്റയ്ക്കുള്ള കൂട്ടിനാരും ഇല്ല. എന്തായാലും അടിപൊളി പെർഫെക്ഷനാണ് കേട്ടോ. അടിപൊളിയായിട്ട് ഒരാടൊക്കെ തന്നെയാണ്. എന്തായാലും പ്രതിമയെ ഉണ്ടാക്കിയ ആളെ പേരും കൂടെ ഇവിടെ വേണമായിരിക്കും. അതൊക്കെ വരും. ഇതിപ്പം ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. ഇതെന്തോ ടൂറിസ്റ്റ് സ്പോട്ടാക്കാനുള്ള പരിപാടിയാണ്. ടൂറിസ്റ്റ് സ്പോട്ട് തന്നെ ആവും. ഇവിടെ നിന്നുള്ള കാഴ്ച അപൂർവ കാഴ്ചയാണ് കേട്ടോ. വൈകുന്നേരം കുറച്ച് നേരം ഭക്ഷണം ഐറ്റംസൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാവും. നമുക്ക് യാത്ര തുടരാം. ഗൈസ്, നമ്മളങ്ങനെ മധുരൈ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മധുരയ്ക്ക് പോകാതടി കണ്ടോ. ഇവിടെയാണ് മധുര എത്തിയില്ല കേട്ടാ. രാംകോട സിമെൻറ്റ് ഫാക്ടറിയാണ് കേട്ടോ. ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുമോ, വളരെ കുറച്ച് കാണാൻ പറ്റും. ഓ, വമ്പൻ ഫാക്ടറി. രാംകോ തന്നെ അല്ലേ? രാംകോ എന്നാണ് ഞാൻ കണ്ടത്. ആണ്
നമ്മൾ ഇനിയും മധുരയ്ക്ക് ഇനിയും 19 കിലോമീറ്റർ മേളിൽ പോകണം ഫ്രണ്ട്സ്. നമ്മൾ അങ്ങനെ മധുരയെ സ്റ്റേ ചെയ്തില്ല. മധുര നമ്മളെ NH44 നിന്ന് വീണ്ടും ഒരു 12 കിലോമീറ്റർ മാറിയിട്ടാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ നേരെ ഡിണ്ടിഗലിൽ സ്റ്റേ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ സമയം 12 ഡിണ്ടിഗലിൽ റൂമൊക്കെ ഇവിടെ തിരക്കി എല്ലായിടത്തൊന്നും ഇല്ല. അങ്ങനെ നമുക്ക് ചെറിയ റൂം കിട്ടി. റൂം ഇങ്ങനെയൊക്കെയാണ്. വീഡിയോയിൽ കാണാൻ അത്യാവശ്യം കുഴപ്പമില്ല, നേരിട്ട് കാണാൻ വളരെ ബോറാണ്. അങ്ങനെ ഫ്രണ്ട്സ്, പിറ്റേന്ന് നേരം വെളുത്തു. നമ്മളിപ്പം ഡിണ്ടിഗലാണ്. ഇന്നലെ രാത്രി വീഡിയോ കണ്ടതുപോലെ നമ്മൾ പാതിരാത്രിക്കാണ് കിടന്നത് കേട്ടാ. റൂം കിട്ടി തന്നെ 1 മണി കഴിഞ്ഞ്. അപ്പോൾ പിറ്റേന്ന് ഇന്ന് എണീറ്റത് എളുപ്പക്കാലത്തല്ല, രാവിലെ എണീറ്റ് പോകാനായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ രാത്രി വന്നതിന് ശേഷമാണ് പിന്നെ NH66 വീഡിയോ, കന്യാകുമാരിയുടെ വീഡിയോ എഡിറ്റ് ചെയ്തു. അപ്പോൾ കിടന്നപ്പോൾ 2-3 മണിയായി. പിറ്റേന്ന് എടുത്തപ്പം ഇപ്പോൾ സമയം ഏകദേശം 11:30 കഴിഞ്ഞ്. അന്നത്തെ കുറച്ച് പ്ലാൻ തെറ്റിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമ്മൾ ഡിണ്ടിഗലിൽ നിന്ന് യാത്ര തുടങ്ങി. ഡിണ്ടിഗലിൽ തമിഴ്നാട്ടിലൊക്കെ ഫുഡിനൊക്കെ എന്തോ ഭയങ്കര വിലയുടെ. ഇപ്പോൾ എന്താ ചെയ്യുക, ഭയങ്കര റേറ്റാണ്. നമ്മുടെ നാട്ടിലുള്ള അത്ര വൃത്തിയൊന്നും ഇല്ലാത്ത കടകളിൽ പോലും ഭയങ്കര റേറ്റാണ് തമിഴ്നാട്ടിൽ. ചായക്കൊക്കെ 15 രൂപയാണ്. 15 രൂപ എല്ലാ കടയിലും. ചെറിയ കടയിൽ കയറിയാൽ 15 രൂപയാണ് ചായ. അങ്ങനെ നമ്മൾ NH44 വീണ്ടും കയറാൻ പോവാണ്. അടിപൊളി റോഡാണ് കേട്ടോ. നമുക്ക് ഒറ്റ ഗിയർ മാറേ വേണ്ട. എന്താ ഒരു ഭൂപ്രകൃതി അല്ലേ? ഒരു ഭയങ്കര പാറമല. ഇവിടെ ഒന്നുമില്ല, ഒരു കൃഷിയുമില്ല കേട്ടോ. വരണ്ട് കിടക്കുന്ന പ്രദേശം. പിന്നെ ആട്ടും കൃഷിയുണ്ട്. ഇവിടെ നമ്മളെ നാട്ടിലെ ബീഫ് പോലെയാണ് ഇവിടെ മാട്ടുകുളം, ആട്ടിൻ്റെ മട്ടനിറച്ചി. നമ്മൾ ഈ വരുന്ന റോഡിൽ മൊത്തവും ഇതേപോലുള്ള കാറ്റാടി യന്ത്രങ്ങളെ ലീഫാണ് കേട്ടോ. വിൻഡ് മില്ലിൻ്റെ ലീഫാണ്. ഇത് നിങ്ങൾ നോക്കി, ഇതിൻ്റെ പൊന്നടോ എന്ത് നീളാണ് അല്ലേ? ഭയങ്കര ചിലവാണല്ലേ ഈ വിൻഡ് മില്ലിന്. ഒരു ചിറക് തന്നെ ഉണ്ട്. ഇതതിൻ്റെ വേറെന്തോ സിനിമയാണ് ഈ സംഗതി. ആ ടവറാണ് കേട്ടാ. എൻ്റെ പൊന്നോ, ഇങ്ങനെ പീസായിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരു വിൻഡ് മില്ലിന് എത്രയായിരിക്കും ചിലവ് അല്ലേ? അതിൽ നിന്ന് എത്ര വർഷം കൊണ്ട് മുതലായി കിട്ടും? ഒരു പിടുത്തമില്ല. നമ്മൾ യാത്ര പോയിക്കൊണ്ടിരുന്നപ്പം തമിഴ്നാട് പോലീസിൻ്റെ ഒരു ബോർഡ് കണ്ട്. ഇതെന്താണ് സംഗതി? ടോർച്ച് അടിച്ചുകൊണ്ടിരിക്കുന്ന കള്ളനാണ്. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വഴി നമുക്കൊന്ന് വായിച്ചു നോക്കാം ഇതെന്താ എഴുതിയിരിക്കുന്നത് നോക്കാമല്ലോ. 1-2 കണ്ട്. ഈ നാട്ടിൽ കള്ളന്മാരുണ്ടെന്നാണ്, അതോ എല്ലാ കള്ളന്മാരെയും പോലീസ് പിടിച്ചെന്നാണ്? ആ കള്ളനാണ് കേട്ടോ. ടോർച്ച്, മുഖംമൂടി, വടി ഉണ്ട്. പുറത്ത് പാവപ്പെട്ട ഒരു ആളിങ്ങനെ, അവർക്കൊന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ ഇരിക്കുന്ന സംഭവം. നമുക്ക് തമിഴ് എടുക്കാം. തമിഴ് ക്യാമറ ഓണാക്കി. ഇത്ര ഉള്ള കേട്ടോ. കരൂർ ജില്ല അരവക്കുറിച്ചി പോലീസ് സ്റ്റേഷൻ. മോഷ്ടാക്കളെ സൂക്ഷിക്കുക, വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തത്. ഓ മൈ ഗോഡ്, പാർക്ക് ചെയ്തിട്ടാണ് ഞാനിരുന്ന് വായിച്ചത്. അയ്യോ, രാത്രിയിലായിരിക്കും കേട്ടോ. അതാ ടോർച്ചിൻ്റെ അവിടെ കൊടുത്തേക്കുന്നത്. രാത്രി ഇവിടെ പാർക്ക് ചെയ്യരുത്, മോഷ്ടാക്കളുണ്ട് എന്നുള്ളത്. അത് തമിഴ് മാത്രം എഴുതി വെച്ചിട്ട് എന്തൊരു കാര്യം? ഇതിലൂടെ മറ്റ് സ്റ്റേറ്റിൽ എത്രയോ വണ്ടികൾ പോകുന്നു. ഇംഗ്ലീഷിലും കൂടെ എഴുതി വയ്ക്കണ്ടേ? തമിഴന്മാരെ മാത്രം രക്ഷിച്ചാൽ മതിയായിരിക്കും. അത് ശരിയല്ല പോലീസുകാരെ ഇംഗ്ലീഷിൽ എഴുതിയില്ല. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ 400 കിലോമീറ്റർ യാത്ര ചെയ്തു വന്ന NH44 താൽക്കാലികമായി ഇവിടെ യാത്ര പറയുകയാണ്.
താങ്ക് യു 44, താങ്ക് യു. ഇതിന് വേറൊരു പേരും കൂടെ ഉണ്ട്, AH 43. കുറേ ഭാഗം AH 43 ആണ്. ഏഷ്യൻ ഹൈവേ 43 കേട്ടോ. അപ്പോഴും 400 കിലോമീറ്ററോളം, ഏകദേശം 395 കിലോമീറ്ററോളം യാത്ര ചെയ്ത് വന്ന എൻ്റെ പ്രിയ NH 44 നിന്നോട് വിട. വീണ്ടും കാണാം NH 44, എന്തെങ്കിലും കാണാം. നമുക്കിനി ഇടത് തിരിഞ്ഞാണ് പോകേണ്ടത്. ഇനി ഇവിടുന്ന് ഏകദേശം 95 കിലോമീറ്റർ ദൂരമുണ്ട്. റോഡ് ചെറുതായെന്നേ ഉള്ളു കേട്ടോ, ഇപ്പോഴും അതേപോലെ തന്നെയാണ്. വിരസമായ കാഴ്ചകളാണ് ഫുള്ള്, കിലോമീറ്ററോളം ഇങ്ങനെ തന്നെയാണ്. നമ്മൾ തിരിച്ചങ്ങോട് ടൗണിലാണ് കേട്ടോ. നമ്മൾ വലിയൊരു ടൗണാണ് തിരിച്ചങ്ങോട്. ഈ ടൗണിൽ പോലും ഒരാൾ പോലും ഹെൽമെറ്റ് വെച്ചിട്ടില്ല. ആഹാ, ഞെട്ടിപ്പോയി. വലിയ ടൗണാണേ. നമ്മളെ നാട്ടിലായിരുന്നെങ്കിൽ ചാകരയായിരുന്നേ പേടിക്കും പോലീസിന്. പറക്കി വാരി കോരായിരുന്നു അല്ലേ. ആ ഉദ്യോഗസ്ഥർ ഇതുവഴി അങ്ങനെ പോകുമ്പോൾ തമിഴ്നാട്ടിലൊക്കെ ഇങ്ങനെ സിറ്റിയിലൊക്കെ പോകുമ്പോൾ കൈ ധരിക്കും അല്ലേ ഇവർക്കുള്ള. എന്നിട്ട് ഒരാൾ പോലും ഹെൽമെറ്റ് ഇട്ടില്ല. അല്ലാണ്ട് ഒരാൾ ഹെൽമെറ്റ് ഇട്ടിരിക്കുന്നു. അപൂർവമായിട്ടുള്ള ആൾക്കാർ മാത്രമാണ് ഹെൽമെറ്റ് ഇട്ടിരിക്കുന്നത്. ഭൂരിപക്ഷം പേര് ഹെൽമെറ്റ് ഇട്ടിട്ടില്ല. ഇവിടെ പോലീസ് ചെക്കിംഗ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. അപൂർവമായിട്ടാണ് തമിഴ്നാട്ടിലൊക്കെ പോലീസ് ചെക്കിങ്. ഇത്രയും കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് ഇതുവരെ പോലീസ് ചെക്ക് ചെയ്തിട്ടില്ല. ഇങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടനെ ചെക്കിങ് കാണും. അതാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് അപ്പോഴും നടക്കും. കാരണം ഇവിടെ തന്നെ നിങ്ങൾ നോക്ക്, ഒരു ഹെൽമെറ്റ് പോലും ഇട്ടിട്ടില്ല. പുള്ളി നമ്മൾ മുമ്പേ കണ്ടതാണ്. ഇതേണ്ട ഹെൽമെറ്റ് ഇല്ല, കൊണ്ട് ഹെൽമെറ്റ് ഇല്ല. എനിക്കട 500 നമുക്കൊന്ന് എണ്ണി നോക്കാം. കേരളത്തിലായിരുന്നെങ്കിൽ കേരള സർക്കാരിന് എത്ര രൂപ കിട്ടിയത്? 500, 1000, അവിടെ 2000, അപ്പുറത്ത് 2 പേര് 2000, 3000, 3500, 4500, 5000, 5500, 5500. ഓ, അതുകൊണ്ടൊരെണ്ണം പോകുന്നു 6500. ടൗണിൽ ഒരുപാടുണ്ടായിരുന്നു. ടൗണിൽ 7500, 8000. അതുകൊണ്ട് ഒരപ്പം പോകുന്നു 8500, 9000, 9500. 2 പോകുന്ന 1000 ആണല്ലോ. 9500, 10000. എൻ്റെ പൊന്നോ, 1 കിലോമീറ്ററിൻ്റെ ഇടയിൽ, അല്ല 1/2 കിലോമീറ്ററിൻ്റെ ഇടയിൽ 10000 രൂപ സർക്കാർ ഖജനാവിലേക്ക് വന്നേനെ. ട്രിപ്പിളൊക്കെ പോകുന്നു. 3000 ഒക്കെ ട്രിപ്പിൾ അടിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ. ഈ മേലിൽ കൂടെ പോകുന്ന റോഡുണ്ടല്ലോ, അത് 544, NH 544, കൊച്ചി സേലം നാഷണൽ ഹൈവേ ആണ്. അതാണ് മേളിൽ കൂടെ പോകുന്നത്. നമുക്ക് ഇവിടുന്ന് നേരെയാണ് പോകേണ്ടത്. മാമലകൾക്കപ്പുറം നമ്മളെ മാമലയും അപ്പുറത്ത് ഇവിടെ കരിമ്പ് കൃഷിയുണ്ട്, അതുപോലെ നെൽകൃഷിയുണ്ട്. നെൽകൃഷിയുണ്ട്, കരിമ്പുണ്ട്. കരിമ്പൊക്കെ വിളഞ്ഞ് കിടക്കുന്ന കരിമ്പ്. വാട്ട് എ ബ്യൂട്ടിഫുൾ റോഡ് ആൻഡ് പ്ലേസ് ആൻഡ് സ്ഥലം. ഈ സ്ഥലമൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആസ്വദിച്ചു പോകും. നമുക്ക് ഒരു ബോറും തോന്നൂല. എനിക്ക് പിന്നെ ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. നമ്മൾ മാട്ടൂരാണ് കേട്ടോ. മാട്ടൂർ നമ്മൾ പുഴ ക്രോസ് ചെയ്യണം കേട്ടോ. കാവേരി റിവർ തന്നെയായിരിക്കും. നോട്ടെ, കാവേരി റിവർ തന്നെ കേട്ടോ. പുതു ബ്രിഡ്ജാണ്. ഇവിടുന്ന് നമുക്കിനി 10 കിലോമീറ്റർ ഉണ്ട് ഫ്രണ്ട്സ്. അങ്ങനെ ഫൈനലി നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു 300 മീറ്ററും കൂടി മാത്രമേ ഉള്ളൂ. ശരിയാക്കണം. എൻ്റെ അടുത്ത് വഴി ചോദിച്ചിട്ട് കാര്യം കേട്ടോ. ഓക്കെ, നമ്മൾ എത്താറായിട്ടുണ്ട്. ഇതാണോ? ഇല്ല, തൊട്ടപ്പുറത്താ കണ്ടേ.
അപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത വീഡിയോയിൽ വീരപ്പൻ്റെ ശവകുടീരം കാണാം. അതുവരെ ബൈ. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.